നമ്മൾ ജോർദാനിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യക്കാരുടെ ഒരു അഭിമാനമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കണ്ടപ്പോൾ സ്റ്റെക്കായതാണ്. അതായത് 924 ബൈത്തുൽ മുഖദ്ദസ്, നമ്മളിപ്പോൾ ലോകം ചർച്ച തന്നെ ചെയ്യുന്നത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവും ഒക്കെയാണ്. ബൈത്തുൽ മുഖദ്ദസും മസ്ജിദുൽ അക്സയുടെ ഒക്കെ ഒരു കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൽ 924 എന്താണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ മസ്ജിദുൽ അക്സയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇവിടുത്തെ രാജാവായിട്ടുള്ള ഷെരീഫ് ഹുസൈൻ 26,000 പൗണ്ട് കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ വലിയൊരു സംഭവമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് മ്യൂസിയത്തിൽ. പക്ഷെ അതിൽ ഏറ്റവും ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്, ഈ ഓരോ ആളുകൾ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ഓരോ രാജ്യങ്ങൾ, ഓരോ ആളുകളൊക്കെ. അതിൽ നോക്കും നമ്മുടെ ഇന്ത്യ 13,000-ൽ കൂടുതൽ രൂപ, അതായത് 26,000 ഷെരീഫ് ഹുസൈൻ കൊടുത്ത് 2ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. ഹിന്ദ് 13,000-ൽ കൂടുതൽ. അതിന് താഴെയാണ് പോലും എന്തുള്ളത് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും. ഇപ്പോൾ ഇതിൽ കുവൈത്ത് ഉണ്ട്, ഇറാഖ് ഉണ്ട്, മിസ്ർ ഉണ്ട്, തുർക്കി ഉണ്ട്. ആ കാലഘട്ടത്തിൽ എന്താണ് അവിടെ ഹജ്ജിന് വന്ന ആളുകളുടെ അടുത്തുനിന്ന് പിരിച്ചതുണ്ട്. അപ്പോൾ അതിൽ 2ാം സ്ഥാനത്ത് ഇന്ത്യക്കാർ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഹിജാസിൻ്റെ ഒക്കെ എന്താണ് റെയിൽവേ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ ഒരുപാട് പൈസ ഇന്ത്യൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കാരുടെ പൈസ കൊണ്ട് തുർക്കിയിൽ ഒരു ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെ റെഫറൻസ് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പോലും ഉണ്ട്. അപ്പോൾ ഏതായാലും ഇന്ത്യൻ എന്ന് പറയുന്നതും ബൈത്തുൽ മുഖദ്ദസും ഫലസ്തീനൊക്കെ തമ്മിലുള്ള ഈ ഒരു ബന്ധമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചെറിയ പ്രിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്.